2024 പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? സൗദി അറേബ്യ. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടനയായ UNEP സ്ഥാപിതമായ വർഷം ഏത്? 1972. ആസ്ഥാനം കെനിയയിലെ നെയ്റോബി. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല ഏത്? കാസർഗോഡ്. വൃക്ഷങ്ങളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഡെൻഡ്രോളജി. പ്ലാനറ്റ് എർത്ത് അവാർഡ് 2024 അർഹനായ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകൻ ആര്? ഡോക്ടർ S. ഫൈസി. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ നഗരം ഏത്? തിരുവനന്തപുരം. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് ഏതാണ്? ഭവാനി. മാലിന്യമുക്ത ക്യാമ്പയിനിൽ ആഗോള അംഗീകാരം നേടിയ സ്നേഹാരാമം പദ്ധതി ഏത് സ്ഥാപനത്തിൻ്റെ പദ്ധതിയാണ്? നാഷണൽ സർവീസ് സ്കീം NSS. 2024 ഭൗമദിന സന്ദേശം എന്താണ്? പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. ഒരു ഭക്ഷ്യശൃംഖല അവസാനിക്കുന്നത് ഏതിലാണ്? വിഘാടകരിൽ. ഏഷ്യയിലെ ഏറ്റവും വലിയ തുലിപ് ഗാർഡൻ 2024 മാർച്ച് 23 പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് എവിടെയാണ്? ശ്രീനഗർ. ഇന്ത്യയിലെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായത് എവിടെയാണ്? ബീഹാർ. ഭോപ്പാൽ വാതക ദുരന്തം ഉണ്ടായത് എന്നാണ്? 1984 ഡിസംബർ 3. ഡെങ്കിപ്പനി കേസുകൾ അതിവേഗം വർദ്ധിക്കുന്നതിനാൽ അടുത്തിടെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? പെറു. പ്രകൃതിയുടെ കലപ്പ എന്നറിയപ്പെടുന്ന ജീവി ഏത്? മണ്ണിര. കർഷകന്റെ മിത്രം എന്നും അറിയപ്പെടുന്നു. ഏറ്റവും വലിയ പക്ഷി ഏത്? ഒട്ടകപ്പക്ഷി. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏത്? ബുദ്ധമയൂരി. താപം, പ്രകാശം, ജലം, മണ്ണ് തുടങ്ങിയ ഘടകങ്ങൾക്ക് പറയുന്ന പേര് എന്ത്? അജീവീയ ഘടകങ്ങൾ. സ്ട്രോബിലാന്തസ് കുന്തിയാന ഏതു പൂവിൻ്റെ ശാസ്ത്രീയ നാമമാണ്? നീലക്കുറിഞ്ഞി. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൗൺ ഏതാണ്? പാനിപ്പത്ത്. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല ഏത്? വയനാട്. കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏത്? ആലപ്പുഴ. ഇന്ത്യയിൽ ആദ്യമായി സെപ്റ്റിക് ടാങ്ക് ക്ലീനിംഗ് റോബോട്ട് വികസിപ്പിച്ചെടുത്തത് ഏത് സ്ഥാപനമാണ്? IIT മദ്രാസ്.
2024 ലോക ആരോഗ്യ ദിന തീം എന്തായിരുന്നു? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. ലോകത്ത് ആദ്യമായി CNG ബൈക്ക് നിർമ്മിക്കുന്ന കമ്പനി ഏതാണ്? ബജാജ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏത്? താർ മരുഭൂമി. ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ്? മെയ് 31. AD 45 മൺസൂൺ കാറ്റിൻ്റെ ഗതി കണ്ടെത്തിയ ഗ്രീക്ക് നാവികൻ ആര്? ഹിപ്പാലസ്. അപ്പിക്കോ പ്രസ്ഥാനം ആരംഭിച്ച പരിസ്ഥിതി പ്രവർത്തകൻ ആര്? പാണ്ഡുരംഗ് ഹെഗ്ഡെ 1983. ധവള വിപ്ലവത്തിൻ്റെ പിതാവാര്? വർഗീസ് കുര്യൻ, ഇന്ത്യയുടെ പാൽക്കാരൻ എന്നും അറിയപ്പെടുന്നു. ഏറ്റവും വലിയ ചിറകുള്ള പക്ഷി ഏതാണ്? ആൽബട്രോസ്. ബോർലോഗ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൃഷി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം ഏത്? കാനഡ. ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തത മൂലമാണ് കണ റിക്കറ്റ്സ് ഉണ്ടാകുന്നത്? ജീവകം D. കൃത്രിമ മഴ സൃഷ്ടിക്കാനായി അന്തരീക്ഷത്തിൽ വിതറുന്ന രാസവസ്തു ഏതാണ്? സിൽവർ അയഡൈഡ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം ഏതാണ്? തുളസി. ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമേതാണ്? പസഫിക് സമുദ്രം. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഫിലിപ്പൈൻസ്. ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 10. കുട്ടികളിൽ നിർജ്ജലീകരണവും ക്ഷീണവും ഒഴിവാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? വാട്ടർ ബെൽ. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം ഏത്? ആന. കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നതെവിടെയാണ്? ഏഴിമല 1977. സേവ് ഹിമാലയ മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചത് ആര്? സുന്ദർലാൽ ബഹുഗുണ. നീലക്കുറിഞ്ഞിയുടെ നാട് എന്നറിയപ്പെടുന്നത് എവിടെ? നീലഗിരി, തമിഴ്നാട്. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ഏത്? തട്ടേക്കാട്, എറണാകുളം. ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ്? മെയ് 22. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ വർഷമായി ആചരിച്ചത് ഏത് വർഷമാണ്? 2010. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നതെവിടെ? നെയ്യാർ. മണ്ണിൻ്റെ ഘടന, ഉത്ഭവം, വിതരണം, പ്രവർത്തനം എന്നിവയെക്കുറിച്ചുള്ള പഠനം
ഏത് പേരിൽ അറിയപ്പെടുന്നു? പെഡോളജി. സമാധാനത്തിൻ്റെ പ്രതീകമായി കരുതപ്പെടുന്ന പക്ഷി ഏത്? പ്രാവ്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം കമൻറ്റ് ചെയ്യൂ. കേരളത്തിലെ ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്?